السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشائخنا ولجميع المؤمنين والمؤمنات. വിവാഹം അതിൻ്റെ സീഗയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈജാബ് വേണം, കബൂൽ വേണം. അതോടുകൂടെ തന്നെ നിക്കാഹ് സ്വഹീഹ് ആകും എന്ന്. എന്നാൽ ഭാര്യയിലും ഭർത്താവിലും അതിൻ്റെ കൂടെ നിബന്ധനകൾ പറഞ്ഞുകൊണ്ടുള്ള നിക്കാഹും നടക്കാവുന്നതാണ്. ഇപ്പോൾ കച്ചവടത്തിലൊക്കെ നിബന്ധന പറയാലോ എന്നതുപോലെ ആ നിബന്ധന ലംഘിച്ചു കഴിഞ്ഞാൽ ഖിയാറുണ്ട്, നിക്കാഹ് ഫസ്ഖ് ചെയ്യാം. ആ നിബന്ധനക്ക് സമാനമായിട്ടല്ലാത്ത അതിൻ്റെ താഴെ ലെവലിലാണ് പിന്നീട് ഭാര്യയും ഭർത്താവും ആകുന്നതെങ്കിൽ അവിടെ ഫസ്ഖ് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഫസ്ഖ് ചെയ്യണമെങ്കിൽ ഖാദി വേണമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ എന്തുണ്ടാ, ഖാദിൻ്റെ ആവശ്യമൊന്നുമില്ല. ഷർത്തട് ലംഘിച്ചതിൻ്റെ പേരിൽ ഫസ്ഖ് ചെയ്യാൻ ഖാദിൻ്റെ മുന്നിൽ നിബന്ധന സാക്ഷികൾ മുഖേന വാദിച്ച് സ്ഥിരപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ല. വയജൂസു ലികുല്ലി മിന സൗജൈൻ, ഭാര്യ ഭർത്താക്കൾക്കൊക്കെ ജായിസാണ്. ഖിയാറും ബി ഖുൽഫി ഷർത്തിൻ വഖഅ ഫിൽ അഖ്ദി, നിക്കാഹിൻ്റെ അഖ്ദിൽ ഉണ്ടായ ഷർത്ത് ലംഘിച്ചത് കാരണം. ലാ ഖബ്ലഹു, അഖ്ദിൻ്റെ മുമ്പ് പറഞ്ഞത് കൂട്ടൂല, നിക്കാഹിൻ്റെ ആ വാചകത്തിൻ്റെ കൂട്ടത്തിൽ പറയണം. ഉദാഹരണം, കാൻ ശുരിത ഫി അഹദി സൗജൈനി, ഭാര്യ ഭർത്താക്കളിൽ ഒരാളാകണമെന്ന് നിബന്ധന പറയുക. ഹുറിയത്തൻ, സ്വതന്ത്രനാകണം. ഔ നസബുൻ, അല്ലെങ്കിൽ നസബ് ഷർത്ത് വെക്കുക. ജമാൽ, ഭംഗി. ഔ യസാർ, അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി. ഔ ബക്കാറത്ത്, കന്യക. ഔ ഷബാബ് യുവത്വം, ഇത്ര വയസ്സ് എന്നൊക്കെ. ഔ സലാമത്ത് മിനോബിൻ, അല്ലെങ്കിൽ ന്യൂനതകളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ഷർത്ത് വെച്ചു. കുറേ ന്യൂനകളൊന്നും ഉണ്ടല്ലോ. ഉദാഹരണം എങ്ങനെയാണത്? അഖ്ദിൽ തന്നെ ഷർത്ത് വെക്കുന്നതിൻ്റെ ഉദാഹരണം എങ്ങനെ? സബ്ബജ്തുക ബി ഷർത്തി അന്നഹാ ബിക്റുൻ ഔ ഹുറത്തുൻ, ബിക്റാണ്, ഹുറത്താണ് ആയിരിക്കുമെന്ന നിബന്ധന പ്രകാരം ഞാൻ എനിക്ക് വിവാഹം ചെയ്തു തന്നു എന്ന് പറയാം. ഇതിപ്പോൾ ഒരു ഉദാഹരണമാണ്. ഏതായാലും ഫഇൻ ബാന, അപ്പോൾ പിന്നെ ഈ നിബന്ധന പിന്നീട് മനസ്സിലായി. അതിനാ മിമ്മാ ശുരിത, നിബന്ധനയുടേക്കാൾ താഴെയുള്ള ഒരവസ്ഥയിലായിട്ട് മനസ്സിലായാൽ. സ്വതന്ത്രനാകണം എന്ന് പറഞ്ഞപ്പോൾ അടിമയാണ്. നല്ല ഭംഗി വേണമെന്ന് പറഞ്ഞു, തീരെ ഭംഗിയില്ല. അല്ലെങ്കിൽ ഇത്ര ആസ്തി വേണമെന്ന് പറഞ്ഞു, ഒരു 50 സെൻറ്റ് ഭൂമി ഉണ്ടാകുക എന്നുള്ള ഷർത്ത് വെച്ച് നോക്കുമ്പോൾ 50 ഇല്ല, അതിനാ താഴെയാണ്. മിമ്മാസുരിത്ത, നിബന്ധന വെച്ചതിനേക്കാൾ താഴെയായിട്ട് ബോധ്യമായാൽ ഫലഹു ഫസ്ഖുൻ, അവന് ഫസ്ഖ് ചെയ്യാം. വലൂബില ഖാദിൻ, ഖാദി ഇല്ലെങ്കിൽ പോലും ഫസ്ഖ് ചെയ്യാവുന്നതാണ്. അവൾക്കും ഫസ്ഖ് ചെയ്യാം. നിക്കാഹിൻ്റെ അയബുകളാകുമ്പോൾ ഖാദി വേണം, ഷർത്ത് ലംഘിക്കുമ്പോൾ ഖാദി വേണ്ട. വലു ശുരിതത്ത് ബഖ്യാറത്തുൻ, ഇനി കന്യകയാകണമെന്ന് നിബന്ധന പറഞ്ഞു. ഫവജിദത്ത് സയ്യിബൻ, അവൾ പിന്നെ സയ്യിബായിട്ടാണ് എത്തിച്ചത്, കന്യകയില്ല, കന്യകത്വം നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾ പറയാണ്, വദ്ദഅത്ത്, അവൾ വാദിച്ചു, ദഹാബഹ ഇന്ദഹു, അയാളാണത് പോക്കിയത്, നഷ്ടപ്പെടുത്തിയത് എന്ന് വാദിച്ചാൽ, അയാളത് അങ്കറ, നിഷേധിക്കുകയും ചെയ്താൽ ആ ഒരു വാദം സ്വീകരിക്കുക. സുദ്ദിഖത്ത് ബിയമീനിഹ, അവളെ സത്യം ചെയ്യിപ്പിച്ച് അവളെ വാദമാണ് അംഗീകരിക്കുക.
എന്നാൽ പിന്നെ ഫസ്ക് നടക്കൂലല്ലോ. അയാളാണ് നഷ്ടപ്പെടുത്തിയെങ്കിൽ ഫസ്ക് നടക്കൂലല്ലോ. അതാ ലിദഫ് ഇൽ ഫസ്ഖി, ഫസ്കിന് ഒഴിവാക്കാൻ വേണ്ടി അവളെ വാദമാണ് സ്വീകരിക്കുക. അവ ഇഫ്തിലാലഹുലഹ, ഇനി അവളാണ് ഭർത്താവിൻ്റെ അടുത്തായിരിക്കുമ്പോഴാണ് നഷ്ടപ്പെട്ടതെന്ന് വാദിച്ചു. ഇനി പറയുന്നത് അയാൾ സംയോഗം ചെയ്ത് നഷ്ടപ്പെടുത്തിയതാണ്. അതാ ഇഫ്തിലാൽ എന്നുള്ള വാക്ക്. ഫാങ്കറ, അയാൾ നിഷേധിച്ചാൽ അവിടെ ഫൽ ഖൗലു ഖൗലുഹ ബിയമീനിഹ, അവിടെയും അവളെ വാക്കാണ് സ്വീകരിക്കപ്പെടുക. ബിയമീനിഹ, അവൾ സത്യം ചെയ്യണം. അതും ഫസ്ഖിന് ഒഴിവാക്കാൻ വേണ്ടി, ദഫിൽ ഫസ്ഖ് അത്. പക്ഷേ യുസദ്ദഖുഹു ബിയമീനിഹി, അവൻ്റെ വാദം സ്വീകരിക്കപ്പെടും അവനെ സത്യം ചെയ്യിപ്പിച്ചുകൊണ്ട്. അവൻ പറഞ്ഞാൽ എന്താ, ഞാൻ സംയോഗം ചെയ്തിട്ടല്ല കന്യകത്ത് നീങ്ങിയത് എന്നാണല്ലോ. അപ്പോൾ അവൻ്റെ വാദവും അവിടെ സ്വീകരിക്കുക. ഫസ്ഖ് ഒഴിവാക്കാൻ വേണ്ടി അവളെ വാദം സ്വീകരിക്കുക. ഇനി അവൻ്റെ വാദവും സ്വീകരിക്കുക, ഞാനങ്ങനെ സംയോഗം ചെയ്ത് കന്യകത്തെ നീക്കിയിട്ടില്ല. എന്നാൽ എന്താ അവന് നേട്ടം? ഈ തസ്തീരിൽ മഹർ പകുതി കൊടുത്താൽ മതിയാവും. ഷത്തറ എന്ന് പറഞ്ഞാൽ പകുതിയാക്കിയെന്ന, ഷത്തുർ എന്ന് പറഞ്ഞാൽ പകുതിന. ഇന്തൊല്ലക്ക ഖബല ദുഖൂലി, സംയോഗത്തിന് മുമ്പ് തലാക്ക് ചെല്ലിയാൽ മനസ്സിലാകുന്നുണ്ടാവും. ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് സംഭോഗം നടക്കുന്നതിന് മുമ്പ് തലാക്ക് ചെല്ലിയാൽ പകുതി മഹർ കൊടുത്താൽ മതി. സംഭോഗം കഴിഞ്ഞാലോ ഫുൾ മഹറും കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്താ വാദം? കന്യകത്വം ഷർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ തർക്കായി. അവൾ പറയുന്നു അയാളാണത് നഷ്ടപ്പെടുത്തിയത് സംഭോഗം ചെയ്തിട്ട് എന്ന് അവൾ പറയാണ്. അപ്പോൾ എനിക്ക് ഫസ്ഖ് ചെയ്യാൻ അവകാശം വേണം. അല്ല, ഫസ്ഖ് ചെയ്യാൻ അവകാശം ഉണ്ടാവില്ല. അയാളാണ് നഷ്ടപ്പെടുത്തിയത്, അതുകൊണ്ട് ഫസ്ഖ് ചെയ്യാൻ പറ്റില്ല. അയാൾ പറയാണ് അല്ല, ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ല, അല്ലാതെ പോയതാണ്. ആ വിഷയത്തിൽ അയാളെ വാദം സ്വീകരിക്കുന്നുണ്ട്. അത് നിനക്ക് അയാൾ മഹറിൻ്റെ പകുതി കൊടുത്താൽ മതി എന്ന് പറയാം. രണ്ടാളെ വാദം സ്വീകരിച്ചു. സുദ്ദിഖത്ത് ബിയമീനിഹ വലവും ശുരിത്തത് ബക്കാറത്ത് നിബന്ധന വെച്ചു. അപ്പോൾ ഇനി ആദ്യം പറഞ്ഞ ഭർത്താവിൻ്റെ അടുക്ക് നിൽക്കുമ്പോഴാണ് നഷ്ടപ്പെടുത്തിയത് എന്നാണ്. ഇപ്പം പറഞ്ഞാൽ അങ്ങനല്ല, അയാൾ സംഭോഗം ചെയ്തിട്ടാണ് നഷ്ടപ്പെടുത്തിയത് എന്നാണ്. ഫങ്കർ, അയാൾ നിഷേധിച്ചാൽ ഫൽ ഖൗലു ഖൗലുഹ, അവിടെ സ്വീകരിക്കപ്പെടുക അവളെ വാക്കാണ്. ബിയമീനിഹ, കാരണം ഫസ്ഖ് ഒഴിവാക്കാൻ വേണ്ടി. കാരണം ഫസ്ഖ് ബക്കാറത്ത് ഉണ്ടായിരുന്നല്ലോ ഭർത്താവ് സമീപിക്കുമ്പോൾ. ലാക്കിൻ യുസദ്ദഖുഹു, സംഭോഗം നടന്നിട്ടില്ല എന്ന അയാളെ വാദവും സ്വീകരിക്കപ്പെടും. എന്തിന്? തസ്തീരിൽ മഹർ പകുതിയാക്കുന്നതിന് വേണ്ടി. എപ്പോൾ? അയാൾ ഇനി തലാക്കല്ലാണെങ്കിൽ, ദുഖൂലിനുമ്പോൾ തലാക്കല്ലാണെങ്കിൽ. ഫസ്ഖ് ചെയ്താലും പാടെ മഹറിൻ്റെ പകുതി കൊടുക്കട്ടോ, ദുഖൂലിൻ്റെ മുമ്പാണെങ്കിൽ. ദുഖൂലിൻ്റെ ശേഷമാണെങ്കിൽ പിന്നെ അപ്പോഴും വേണം മഹർ കൊടുക്കുക. സംഭവമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അവളാണോ അയാളാണോ ഫസ്ഖ് ചെയ്യായി നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. വലാ യുഖാബൽ ബഅ്ദുഹാ ബിബഅ്ദിൻ, ഇനി കഫാഅത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് ചിലത് മറ്റു ചിലതുകൊണ്ട് പരിഹാരമാക്കപ്പെടുന്നതല്ല. മിൻ തിൽക്കൽ ഇഖ്സാലി, പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഒന്നിന് പകരം മറ്റൊന്ന് വെക്കുന്നതല്ല. ഒരു ന്യൂനത ഉണ്ട് പെണ്ണിൽ, ആ ന്യൂനത ഭർത്താവിൽ വരാനിലൊരു ന്യൂനത ഉണ്ട്. ആ ന്യൂനത ആരിലില്ല? ഭാര്യയിലില്ലെങ്കിൽ ആൾക്ക് ഫസ്ഖ് ചെയ്യാന്നല്ലേ. പക്ഷെ വേറൊരു ന്യൂനത അവളിലുണ്ടെങ്കിലോ അത് പറ്റൂല, അപ്പോഴും ഫസ്ഖ് ചെയ്യാം. വലാ യുഖാബിലു ബഅ്ദുഹാ ബിബഅ്ദിൻ ബിദിൻ ഫലാ തുസവ്വജു, നോക്കുങ്ങൾ ഫലാ തുസവ്വജു ഹുറത്തുൻ അജമിയ്യത്തുൻ ബിറഖീഖിൻ അറബിയ്യിൻ, സ്വതന്ത്ര സ്ത്രീയെ അടിമനോട് കെട്ടിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്വതന്ത്ര സ്ത്രീയെ അടിമനോട് കെട്ടിക്കാൻ പാടില്ല. പക്ഷെ എന്തുണ്ട് അറിയോ, അവളിലൊരു കുറവുണ്ട്. എന്താ? അജമിയ്യത്താണ്, അറബിയാണ്. അയാളിൽ ഒരു മികവുണ്ട്, അറബിയാണ്. അത് പരിഹാരമാവില്ല. വലാ തുസവ്വജു ഹുറത്തുൻ അജമിയ്യത്തുൻ, അനറബിയായ സ്വതന്ത്രയായ പെണ്ണിനെ കെട്ടിക്കപ്പെടുകയില്ല. റഖീഖിൻ അറബിയായ അടിമയോട്. ഇനി നോക്കി, വലാ ഹുറത്തുൻ ഫാസിഖത്തുൻ ബി അബ്ദിൻ അഫീഫിൻ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വതന്ത്ര സ്ത്രീയെ അടിമനോട് കെട്ടിക്കാൻ പാടില്ല. പക്ഷേ അടിമക്ക് ഒരു കുറവുണ്ടെങ്കിലും അയാൾക്കൊരു മികവുണ്ട്, അയാൾ സ്വാലിഹാണ്.
ഈ സ്വതന്ത്ര സ്ത്രീയോ അവൾ സ്വതന്ത്ര എന്നുള്ള മികവുണ്ടെങ്കിലും അവൾ ഫാസിഖത്താണ്, തമ്മാടിച്ചയാണ്, എന്നാലും അടിമനോട് അട്ടിക്കാൻ പറ്റില്ല. കാൽ മുത്തവല്ലിയും. പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ തങ്ങന്മാരെ നിക്കാഹിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ സയ്യിദന്മാരെയൊക്കെ ഇപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ കല്യാണം കഴിച്ചെടുക്കുന്നതിന് പ്രകടനം കാണുന്നുണ്ട്. അതിനെ വലിയ മോശമായിട്ടാണ് കാണുന്നത്. കാരണം അഹ്ലുബൈത്തിനൊരു ഷറഫുണ്ടല്ലോ. അപ്പോൾ അഹ്ലുബൈത്തിൽപ്പെട്ട പെൺകുട്ടികളൊക്കെ അഹ്ലുബൈത്തിൽ പെടാത്ത ആളുകളോട് കെട്ടിക്കുമ്പോൾ അവരുടേതായൊരു മഹത്വവും ശ്രേഷ്ഠതയൊക്കെ അതുകൊണ്ട് നഷ്ടപ്പെടും. കുട്ടികളൊന്നും തങ്ങന്മാരാവില്ല, ഉമ്മ എന്ന രീതിയിൽ വലിയൊരു പ്രാധാന്യത കിട്ടൂല. ഈ അലവി കുടുംബം ഉണ്ടല്ലോ, ബാലവി കുടുംബം, ഇപ്പോൾ തീവ്രവാസിയെ പറഞ്ഞ പാണക്കാട് കുടുംബം, അവരൊക്കെ അതിൽ വല്ലാതെ ശ്രദ്ധിക്കുന്നവരാണ്. അവർ വിശിഷ്ടരായ കുടുംബങ്ങളോട് മാത്രമേ എന്താവുള്ളൂ കെട്ടിക്കൊള്ളൂ. ബാക്കിയുള്ള തങ്ങന്മാരോടും കെട്ടിക്കൂല. അവരെ പിതാവ് അലവിബിനും ഇബൈദുള്ള എന്ന് പറയുന്ന ബാലവി കുടുംബം ഉണ്ടല്ലോ, ആലു ബാലവി എന്ന് പറയുന്ന ഹദ്ദാദിലൊക്കെ, അത് അവരുടെ ഉപ്പാപ്പുണ്ട്. ഞാൻ വേണമെങ്കിൽ മനസ്സിലാക്കി തരാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒമാനിലൊക്കെ ഒരു മക്കബറുണ്ട്, സ്വാഹിബ് മിർബാത്ത് എന്ന് പറയുന്ന വലിയ മഹാനാണ്. മൂപ്പര മകനുണ്ട് ഫഖീഹുൽ മുഖദ്ദം, ബഹുമാനപ്പെട്ടവരുടെ മകനാണ് അലവീബിൻ ഉബൈദില്ല എന്ന് പറയുന്നവർ. അവരെ സന്താന പരമ്പരകൾക്കാണ് ആലു ബാലവി എന്ന് പറയാം. ബാ എന്ന വാക്കിനർത്ഥം ഇബ്ന് എന്നാണ്. അപ്പോൾ ഇബ്ന് അലവിയുടെ സന്താനങ്ങൾ ബനു ഹാഷിം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ബാ ഹാഷിം എന്നൊക്കെ പറയാം. അപ്പോൾ അവരിലൊക്കെ അത് വളരെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് റഹ്മഹുല്ല സയ്യിദ് അലവിയുബിന് സയ്യിദ് അഹമ്മദ് സഖാഫ് റഹ്മഹുല്ല തന്നെ തർശീഹിൻ്റെ 319 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. എന്നാലും ഇനി തങ്ങന്മാർക്ക് അങ്ങോട്ടൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം ആവാൻ കുഴപ്പമൊന്നുമില്ല. ഫാത്തിമിയ ബീവിൻ്റെ നസബിൻ്റെ സന്താനപരപ്പെട്ട എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. അലവി തന്നെ ആകണമെന്നൊന്നുമില്ല. പക്ഷേ നസബ് ഫാത്തിമീയത്തായാൽ മതി. അപ്പോൾ അലവിക്ക് തന്നെ കെട്ടിക്കാന്നല്ലേ, ഏത് തങ്ങന്മാരെ കുടുംബത്തിൽ കെട്ടിച്ചാലും അങ്ങനെ കെട്ടിക്കണം, അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ബാലവി കുടുംബത്തിലേക്കല്ലാതെ ബാക്കിയുള്ള ബുഖാരി, ഹൈദറൂസി അങ്ങനെ കുറേ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലോണം കല്യാണം നടക്കണം. അപ്പോഴാണ് അഹ്ലുബൈത്തിൻ്റെ ഇടയിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ബാഫഖീതങ്ങളെ കുടുംബത്തിൽ നിന്നാണ് ശിഹാബുദങ്ങൾ കല്യാണം കഴിച്ചത്, ബാഫഖീതങ്ങളെ മകളെ. ബാഫഖീതങ്ങളെ ബാഫഖി കുടുംബമാണ്, ഇവർ ശിഹാബ് കുടുംബമാണ്. അങ്ങനെ പരസ്പരം കുടുംബങ്ങൾ മാറി ചെയ്താൽ ശിഹാബ് കുടുംബത്തിൽ നിന്ന് ശിഹാബ് കുടുംബത്തേക്ക് എന്നത് നല്ലത് തന്നെയാണ്. എല്ലാവരും കുടുംബക്കാർ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞു എന്ന് മാത്രം മനസ്സിലാക്കി വെക്കണമല്ലോ. വലാ യഖാബലു വലൈസ മിനൽ ഹറഫി ദനീഅത്തി, താഴ്ന്ന ജോലിയല്ല ഹിബാസത്തുൻ, പൊറാട്ട ഉണ്ടാക്കണ പണി, പത്തിരി ഉണ്ടാക്കണ പണി, അതായത് കുക്കിങ്. ഇനി ചില താഴ്ന്ന ജോലിക്ക് മറ്റ് ചില ജോലികളെക്കാളൊക്കെ മഹത്വം പ്രാദേശിക അടിസ്ഥാനത്തിൽ കിട്ടും. അവിടെ എന്താ നമ്മൾ ചെയ്യാം, മുന്തിയ ജോലിയാണോ താഴ്ന്ന ജോലിയാണോന്നോ പറയാം. ശറഅയിൽ താഴ്ന്ന ജോലിയായി നിർണയിക്കപ്പെട്ടത് എല്ലാ കാലത്തും താഴ്ന്ന തന്നെയാണ്. പ്രത്യേകം പറയപ്പെട്ടതൊന്നും അല്ലാത്ത തൊഴിലുണ്ടാവൂലേ, അത് നാട്ടിൽ ഇപ്പോൾ അതിന് സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡുള്ള പണിയായിട്ട് കൂട്ടും, അല്ലെങ്കിൽ താഴ്ന്ന ജോലിയായിട്ട് കൂട്ടും. വലവിത്തറത ഉറുഫ് ബലദിൻ, ഒരു നാട്ടിലെ പതിവ് വ്യാപകമായാൽ ബി തഫ്ദീലി ബാദിൽ ഹിറഫി അദ്ദനീഅത്തി, ചില താഴ്ന്ന ജോലികൾക്ക് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു നാട്ടിലെ ഉറുഫ് പതിവായ വ്യാപകമായാൽ, അല്ലത്തി നസ്സു അലിഹ, താഴ്ന്ന ജോലി എന്ന് പറയുമ്പം അവർ താഴ്ന്ന ജോലിയാണ് എന്ന് രേഖപ്പെടുത്തിയ, ക്ലിപ്തപ്പെടുത്തിയ താഴ്ന്ന ജോലിയിൽ നിന്ന് ചിലതിന് മഹത്വം നൽകിക്കൊണ്ട് ഒരു നാട്ടിൽ സമ്പ്രദായമുണ്ടായാൽ ലം യുത്തബർ, അത് പരിഗണിക്കൂല.
എന്നാൽ പിന്നെ ഏതാ പരിഗണിക്കുക? യുത്തബറു റഫു ബലദിഹ, നാട്ടിലെ പതിവിനെയും രീതികളെയും പരിഗണിക്കും. ഫീമാലം യനുസൂഫിഹി, അവർ കൃത്യമായി വ്യക്തമാക്കി പറയാത്ത ജോലികളിൽ. ഒരുപാട് ജോലികളുണ്ടല്ലോ, അതിൽ നാട്ടിലതിന് സ്റ്റാൻഡേർഡ് ഉണ്ടോ അല്ലേ എന്നുള്ളതാണ് അവിടെ നോക്കുക. കാരണം ഷറയിൽ പ്രത്യേകം എന്തായിട്ടില്ല, നസ്സാക്കിയിട്ടുമില്ല. ഷറയിൽ നസ്സാക്കിയത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ഒരാ സലീമത്തം നിറഫിൻ ദനി എന്ന് പറഞ്ഞാൽ ഹജ്ജാമ്, കന്നാസ്, കൊമ്പ് വെക്കുന്നവൻ, അടിച്ചു വാരുന്നവൻ, മേക്കൽക്കാരൻ, ഇനി വലൈസലബി തസീജിമിനത്തി ബിനിഹി സഗീരി അമത്തൻ, ഒരു പിതാവിന് തൻ്റെ ചെറിയ മകന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല, അമത്തന് അടിമ സ്ത്രീയെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല. യന്നഹു മഅമൂനുൽ അനത്തി, കാരണം വ്യഭിചാരം ഭയപ്പെടുന്നില്ലല്ലോ. അടിമ സ്ത്രീനെ കെട്ടണമെങ്കിൽ വ്യഭിചാരം പേടിക്കപ്പെടണം, സ്വതന്ത്രയായ സ്ത്രീ ഭാര്യയായിട്ട് ഇല്ലാതിരിക്കണം എന്നാണ്. ഇവിടെ കുട്ടിയല്ലേ, മഅമൂന്, അമ്നുണ്ട്. അനത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരം. അടുത്തത് വയുസവിജുഹ ബിഗൈരി കുഫ്ഇൻ, കുഫ് അല്ലാത്ത ഒരു വരനോട് സ്ത്രീയെ കെട്ടിക്കാം. ആര് കെട്ടിക്കാം? വലിയന് കെട്ടിക്കാം. ഏത് വലിയ? നസബ് കൊണ്ടോ വലാവ് കൊണ്ടോ ഒക്കെ ഉള്ള വലിയന് കെട്ടിക്കാം. ഖാദിക്ക് പറ്റില്ല. അങ്ങനെ കെട്ടിക്കുന്നതിൻ്റെ ഷർത്ത് എന്താ? ബിരീദാക്കുലിന്, എല്ലാവരെയും തൃപ്തിയോടുകൂടെ കെട്ടിക്കാം. ഖാദിക്ക് പിന്നെ തൃപ്തി ഉണ്ടെങ്കിലും കുഫ് അല്ലാത്തതിനോട് കെട്ടിക്കാൻ പറ്റില്ല. ഖാദി കെട്ടിക്കുന്നതിന് മസാല വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഫ് അല്ലാത്ത ഭർത്താവിനോട് വലിയനോ കെട്ടിക്കാം. നസബിലുള്ള വലിയാവ, അല്ലെങ്കിൽ അടിമ മോചനം കൊണ്ട് അധികാരം കിട്ടിയവർ, ആർക്കും കെട്ടിക്കാം. എല്ലാവരെയും സമ്മതമാണ്. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ മിൻഹ, അവളെ, അമിൻ വലിയഹ, അവളെ വലിയൻ്റെ, ചിലപ്പോൾ ഒരുപാട് വലിയമാരുണ്ടാകും, സഹോദരങ്ങളൊക്കെ ആകുമ്പോൾ കെട്ടിക്കേണ്ടത്. വാപ്പല്ലാത്ത കുട്ടിനെ കെട്ടിക്കുമ്പോൾ അതാ ഔലിയായിഹ, അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള എല്ലാ അധികാരികളുടെയും സമ്മതത്തോടു കൂടെ. അൽ മുസ്തബീന, തുല്യരായ, അൽ കാമിലിന, പ്രായപൂർത്തിയായ. 4-5 ജ്യേഷ്ഠന്മാരുണ്ടെങ്കിൽ ഒരു ജ്യേഷ്ഠൻ്റെ സമ്മതം മാത്രം പോരാ. തുല്യരായ, പൂർണ്ണരായ, ബുദ്ധിയും പ്രായപൂർത്തിയുള്ള എല്ലാ കാര്യസ്ഥന്മാരുടെയും സമ്മതത്തോടു കൂടെ. കാരണം എന്താ? തടസ്സം നീങ്ങി. ലി സവാലിൽ മാനിയ ബിരിതാഹും, അവരെ തൃപ്തിയോടുകൂടി തടസ്സം നീങ്ങിയല്ലോ. തൃപ്തി ഇല്ലെങ്കിലാണ് പ്രശ്നം. എനിക്ക് ഖാദിയോ, ഖാദി കെട്ടിക്കുന്നതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാഠത്ത് പറയാം. കുഫ്, അള്ളാഹു നമ്മെ എല്ലാവരെയും വിജയിപ്പിക്കട്ടെ. അള്ളാഹു ഈമാനോടുകൂടിയുള്ള മരണം പ്രദാനം ചെയ്യട്ടെ. സ്വർഗ്ഗലോകത്ത് അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൊടുത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.